The radius of a spherical balloon increases from 7 cm to 14 cm as air is being pumped into it. Find the ratio of surface areas of the balloon in the two cases. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സ്ഫെറിക്കൽ ബലൂണിന്റെ റേഡിയസ് 7 സെന്റിമീറ്ററിൽ നിന്ന് 14 സെന്റിമീറ്റർ ആയിട്ട് ഇൻക്രീസ് ചെയ്തു അല്ലേ? എയർ പമ്പ് ചെയ്തപ്പോൾ 7 സെന്റിമീറ്ററിൽ നിന്ന് 14 സെന്റിമീറ്റർ ആയിട്ട് ഇൻക്രീസ് ചെയ്തു. നമ്മൾ ഈ ബലൂണിന്റെ സർഫസ് ഏരിയയുടെ റേഷ്യോ കണ്ടുപിടിക്കാനാണ് നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് റേഡിയസ് ഉണ്ട്. അപ്പൊ നമ്മളിവിടെ റേഡിയസ് 7 ആയിരുന്നപ്പോൾ ഉള്ള സർഫസ് ഏരിയയും കണ്ടുപിടിക്കണം, റേഡിയസ് 14 ആയിരുന്നപ്പോൾ ഉള്ള സർഫസ് ഏരിയയും കണ്ടുപിടിക്കണം. എന്നിട്ട് അത് തമ്മിലുള്ള റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യത്തെ റേഡിയസിനെ ഞാൻ R1 എന്ന് എടുക്കുന്നു, ദാറ്റ് ഈസ് 7 സെന്റിമീറ്റർ. ഇനി എയർ പമ്പ് ചെയ്ത് കഴിഞ്ഞ്, അതായത് റേഡിയസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള R2 എന്ന് എടുക്കുന്നു, ദാറ്റ് ഈസ് 14 സെന്റിമീറ്റർ. അപ്പൊ R1ഉം R2ഉമായിട്ട് എടുത്തു. ഇനി അടുത്തത് സർഫസ് ഏരിയ. സർഫസ് ഏരിയ ഓഫ് ബലൂൺ with the radius R1. സർഫസ് ഏരിയയെ ഞാൻ A1 എന്ന് എടുക്കുന്നു. അതായത് നമുക്ക് രണ്ട് സർഫസ് ഏരിയ ഉണ്ട്. അപ്പൊ R1 വെച്ചിട്ടുള്ള സർഫസ് ഏരിയയെ ഞാൻ A1 എന്ന് എടുക്കുന്നു, ഈസ് ഈക്വൽ ടു ബലൂൺ സ്ഫിയറിന്റെ ഷേപ്പിലാണ്. അപ്പൊ അതിന്റെ ഏരിയ എന്താണ്? സർഫസ് ഏരിയ 4πr². അപ്പൊ അത് ഞാൻ 4πr1² എന്ന് എടുക്കുന്നു. അപ്പൊ നമ്മൾക്ക് രണ്ട് റേഡിയസ് ഉള്ളത് കൊണ്ടാണ് R1 എന്നിട്ടത്. ഇനി നമ്മൾ വാല്യൂസ് അപ്ലൈ ചെയ്യുന്നു. 4 × 22/7 × R is 7, R² ഉണ്ട്. അപ്പൊ 7 × 7, ഈ രണ്ട് 7 കട്ടായി പോവും, is equal to 22 × 4 88, 88 × 7 56, 56 plus 6 616 is equal to 616 centimeter square. അപ്പൊ ആദ്യത്തെ 7 സെന്റിമീറ്റർ റേഡിയസ് ആയിരുന്നപ്പോൾ ഉള്ള സർഫസ് ഏരിയ നമുക്ക് കിട്ടി. ഇനി അടുത്ത സർഫസ് ഏരിയ ഓഫ് ബലൂൺ വിത്ത് റേഡിയസ് R2. ഇതിനെ ഞാൻ A2 എന്ന് എടുക്കുന്നു. 4πr2² is equal to 4 × 22/7 × 14 × 14. 7ഉം 14ഉം കൂടെ കട്ട് ചെയ്താൽ ഇവിടെ 2 വരും. 88 × 2 is 16, 176. അതിനെ ഇനി വീണ്ടും 14 കൊണ്ട് ചെയ്യുന്നു. 24, 28 plus 2 30, 4 plus 3 7, 6 7 1, 4 6 14 2, 2464 എന്ന് കിട്ടി, is equal to 2464 centimeter square. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് സർഫസ് ഏരിയയും കിട്ടി. എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്? ഈ സർഫസ് ഏരിയയുടെ റേഷ്യോ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിന്റെ റേഷ്യോ കണ്ടുപിടിക്കണം. Required ratio, therefore required ratio is equal to എന്തെഴുതാം? A1 is to A2 is equal to A1 എത്രയാണ്? 616 is to A2 is 2464. ഇതിനെ എങ്ങനെ എഴുതാം? 616 റേഷ്യോയെ നമുക്ക് ഡിവിഷൻ ആക്കി എഴുതാം, 2464. ഇനി 616 × 4 ഒന്ന് നമുക്ക് ചെയ്തു നോക്കാം. 24 624. കണ്ടോ, 2464 തന്നെ കിട്ടി. അപ്പൊ 616 കൊണ്ട് ഇതിനെ ഡിവിഷൻ ചെയ്താൽ നമുക്ക് 4 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? 616 divided by 616 is 1. ഇതിനെ ചെയ്താൽ 4, 1/4 എന്ന് കിട്ടി. റേഷ്യോ ഈസ് 1:4. അപ്പൊ റേഷ്യോ നമ്മൾ കണ്ടുപിടിച്ചു 1:4.